കഴിഞ്ഞ ദിവസം മോദിജിയെ കാണാൻ പോയ കഥ ഞാൻ പറഞ്ഞിരുന്നു. കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലൊന്നും പോയതല്ല. ഭയങ്കര തിരക്കാണ്. കാണാൻ പറ്റിയെങ്കിൽ കാണാം, എന്നാലും നമ്മൾ ശ്രമിക്കാതിരിക്കുന്നത് ശരിയല്ലോ. പക്ഷേ ഞാൻ ശ്രമിച്ചു, എനിക്ക് കാണാൻ പറ്റി. വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം പ്രൗഡായിട്ടാണ് ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. പക്ഷേ എന്നാലും എനിക്ക് മോദിജിയുടെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാനുണ്ട്. അതായത് ഞങ്ങളുടെ കൊച്ചേട്ടനെ വിഷമിപ്പിച്ചതിൽ ഞങ്ങൾ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നു. അതായത് ഞങ്ങളുടെ സുഖുച്ചേട്ടൻ അവിടെ നോക്കി നിന്നു ജനലിൽ കൂടി. താങ്കൾ ഒരു നിമിഷം ഞങ്ങളുടെ മന്നത്തപ്പൂപ്പൻ്റെ ആ സമാധിയിൽ വന്നൊന്ന് പുഷ്പം അർപ്പിച്ചോട്ടെ എന്ന് താങ്കൾ അദ്ദേഹത്തോട് കെഞ്ചുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ താങ്കൾ അത് ചെയ്തില്ല. മറിച്ച് ആ മന്നത്ത് പത്മനാഭൻ്റെ ആ സമാധിയുടെ മുമ്പിൽ വന്ന് റോഡ് ഷോ നടത്തി. അത് ഞങ്ങളെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ കൊച്ചേട്ടനോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ കൊച്ചേട്ടൻ നിഷ്കരുണം പറ്റില്ല എന്ന് പറഞ്ഞേനെ. കാരണം അങ്ങനെ ഞങ്ങൾക്ക് വാർത്തകളിലൊന്ന് നിറഞ്ഞിരിക്കാനുള്ള ഒരു അവസരമാണ് താങ്കൾ ഇല്ലാതാക്കിയത്. അതിൽ ശക്തമായ പ്രതിഷേധം ഞാൻ അറിയിച്ചുകൊള്ളുന്നു താങ്കളോട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ കുറ്റമായി പോയി താങ്കൾ അത് ചെയ്തത്. ഞങ്ങളുടെ കൊച്ചേട്ടൻ അവിടെ നക്ഷത്രം പോലെ ഇരിപ്പുണ്ടായിരുന്നു. താങ്കൾ വന്ന് കാല് പിടിക്കും, ഞാനൊന്ന് പുഷ്പം അർപ്പിച്ചോട്ടെ, ഞാനൊന്ന് കയറിക്കോട്ടെ അങ്ങോട്ട്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടോട്ടെ, ആ സമാധി ഒന്ന് കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞ് താങ്കൾ കാല് പിടിക്കുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അതൊന്നും ചെയ്യാതെ, അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്യാതെ പോയതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബസ്ഥത്തായ NSSന്റെ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയിട്ട് അദ്ദേഹം അനുമതി തന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേങ്കിൽ അനുമതി തന്നിട്ട് പുള്ളി അദ്ദേഹത്തിൻ്റെ കുടുംബസ്ഥത്തായ ആ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാതെ പുഷ്പചക്രം അർപ്പിച്ചോട്ടെ എന്നൊന്ന് അപേക്ഷിക്കാതെ പോയതിലുള്ള ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. അല്ലാതെ എന്ത് പറയാനാണ് അല്ലേ? സത്യത്തിൽ അതൊരു വലിയൊരു മാസ എൻട്രി തന്നെയായിരുന്നു. അദ്ദേഹം കറക്റ്റ് സമയത്ത് അവിടെ ആ നമ്മുടെ സമാധിയുടെ അവിടെ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം അവിടെ റോഡ് ഷോ നടത്തി. അതൊക്കെ അദ്ദേഹം അറിയാതെ ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ആൾക്കാർ തടിച്ചുകൂടി അദ്ദേഹത്തെ കാണാനിറങ്ങി അദ്ദേഹം അവിടെ റോഡ് ഷോ ഒക്കെ നടത്തിയത് ഭയങ്കര. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ റോഡ് ഷോ ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയെന്ന് കണ്ടേ കുറച്ചുകൂടി സൗകര്യമായിട്ട് അടുത്ത് കാണാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്നാലും കാണാൻ പറ്റി, അതിലൊക്കെ സന്തോഷം തന്നെയുണ്ട്. ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണല്ലോ, അദ്ദേഹത്തെ കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്രീം ആണ്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പുച്ഛിച്ച് പറഞ്ഞാലും അദ്ദേഹത്തിന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അതിപ്പം ആരെന്തൊക്കെ പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. അപ്പം അതിന് ചീത്തൻ തെറിയും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. പക്ഷേ ഇത് വളരെ മോശമായ കാര്യമായി പോയി. ഞങ്ങളുടെ കൊച്ചേട്ടനെ ഒന്ന് മൈൻഡ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു സങ്കടം കൂടി ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. നന്ദി.